ഗൾഫ് ലൈഫിൽ ആദ്യം ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സൗദി പൗരത്വം ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. വിഷൻ 2030 ഭാഗമായി ആഗോളതലത്തിലെ പ്രതിഭകൾക്ക് പൗരത്വം നൽകാൻ സൗദി തീരുമാനിച്ചിരിക്കുന്നു. നിക്ഷേപം വർദ്ധിപ്പിക്കാനായി നേരത്തെ തുടങ്ങിയ പ്രീമിയം റെസിഡൻസിക്ക് പുറമെയാണ് ഇത്. ലോകത്തെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകൾക്കായി സൗദി അറേബ്യയുടെ പ്രഖ്യാപനമായിരുന്നു പൗരത്വം നൽകുക എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞർ, ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള വിദഗ്ധർ, ഗവേഷകർ, നിക്ഷേപകർ, പ്രത്യേകമായ കഴിവുള്ളവർ എന്നിവർക്കാണ് പൗരത്വം നൽകുന്നത്. ഇതിന്റെ ആദ്യഘട്ട പൗരത്വ വിതരണമാണ് ഇപ്പോൾ പൂർത്തിയായത്. വിഷൻ 2030 ഭാഗമായി ലോകത്തെ വിവിധ മേഖലയിലുള്ള പ്രതിഭകളെ സൗദി അറേബ്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇവർക്ക് പൗരത്വം നൽകുന്നതിലൂടെ രാജ്യത്തും പ്രതിഭകളെ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി നേരത്തെ തന്നെ സാമ്പത്തിക, ആരോഗ്യ, സാംസ്കാരിക, കായിക മേഖലയിലെ പ്രതിഭകളെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു. 2021 സമാന രീതിയിൽ നിരവധി പേർക്ക് സൗദി പൗരത്വം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായത്. റിപ്പോർട്ടുകൾ പ്രകാരം 4 പേർക്കാണ് നിലവിൽ പൗരത്വം നൽകിയിട്ടുള്ളത്. ഹെവല്യൂഷൻ ഫൗണ്ടേഷൻ സിഇഒയും അമേരിക്കൻ പൗരത്വമുള്ള മഹ്മൂദ് ഖാനാണ് പട്ടികയിൽ ഒന്നാമതുള്ളത്. ആരോഗ്യ ശാസ്ത്ര മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം. സിംഗപ്പൂർ സ്വദേശിയായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജാക്കി യിറുയിങ്ങിനാണ് രണ്ടാമതായി പൗരത്വം നൽകിയത്. ബയോ എഞ്ചിനീയറിംഗ്, നാനോ ടെക്നോളജി മേഖലയിലെ വിദഗ്ധനാണ് ഇദ്ദേഹം. നാനോ ബയോ ലാബും ഇദ്ദേഹമാണ് നടത്തുന്നത്. ലബനീസ് ശാസ്ത്രജ്ഞനായ നവീൻ കശാബിനാണ് മൂന്നാമതായി സൗദി പൗരത്വം നൽകിയത്. കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കൗസ്റ്റിന്റെ സ്ഥാപകാംഗമാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ബയോ എഞ്ചിനീയറിംഗ്, നാനോ മെറ്റീരിയൽസ് മേഖലയിലെ വിദഗ്ധനുമാണ്. നൂറുദ്ദീൻ ഗഫോർ ആണ് പൗരത്വം നേടിയ മറ്റൊരു പ്രതിഭ. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പരിസ്ഥിതി ശാസ്ത്രം, എഞ്ചിനീയറിംഗ് മേഖലയിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പൗരത്വം നൽകിയത്. മീഡിയ 1 റിയാദ്.